സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ദൈവമില്ല എന്ന് പറഞ്ഞാൽ അത് സ്വതന്ത്ര ചിന്ത അഥവാ പുരോഗമന ചിന്ത. അങ്ങനെ ധരിച്ചു പോകുന്ന ചില ആൾരൂപങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ പുതുതായി കാണുന്ന സ്വയം പ്രഖ്യാപിത സ്വതന്ത്ര ചിന്തകർ. പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങളിൽ ലാവണം കണ്ടെത്തിയ പലരും ബൈബിളും ക്രൈസ്തവ വിശ്വാസവുമൊക്കെ പൊട്ടക്കഥകളും പൊട്ട സങ്കല്പങ്ങളുമെന്ന് കേവലം 3 പതിറ്റാണ്ടിൻ്റെ ജീവിതജ്ഞാനം കൊണ്ട് പ്രഖ്യാപിക്കുന്നവർ. ക്രൈസ്തവ സമൂഹത്തിന് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നവരെ ക്രിസംഖികളെന്ന് ആക്ഷേപിക്കുന്നവർ. അവരുടെ ദൈവവിശ്വാസം എങ്ങനെയോ ചോർന്നുപോയി. അതിനവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. സംഭവിച്ചത് നഷ്ടമെന്നറിയാതെ നേട്ടമെന്ന് വ്യാഖ്യാനിക്കുന്നതിനെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതൊരു മനോനിലയാണ്. തങ്ങൾക്ക് മനസ്സിലാക്കാനോ നിലനിർത്താനോ കഴിയാതെ പോയതിനോടുള്ള വിദ്വേഷം. അതിൽ പെട്ടുപോകുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് സങ്കടപ്പെടാതെ വയ്യ. എല്ലാ സ്വതന്ത്ര ചിന്താവാദികളെയും ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. ക്രിസംഖികൾ എന്ന് പറയുന്ന അതേ ഭാഷാ സങ്കേതം ഉപയോഗിച്ചാൽ മുൻ സ്വച്ഛ് എന്ന് വിളിക്കാവുന്നവരെ മാത്രം മുൻ ക്രിസ്ത്യാനികളായ സ്വതന്ത്ര ചിന്തകർ. ഈ സ്വയം പ്രഖ്യാപിത സ്വതന്ത്ര ചിന്തകരോട് പരിഹാസമില്ല, പക്ഷെ എതിർപ്പുണ്ട്. ഒപ്പം അവരുടെ അവസ്ഥയിൽ വേദനയും. യഥാസമയം യഥാവിധി അവരുടെ സംശയങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ പോയതാണ് പലരുടെയും വിശ്വാസം ചോരാൻ കാരണമെന്നത് അതീവ ഗുരുതരമായ സാഹചര്യമാണ്. വിശ്വാസം അറ്റുപോയവരുടെ സങ്കല്പത്തിൽ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ അടിച്ചേൽപ്പിച്ച അടിമത്ത ഭാരമാണ് ദൈവവിശ്വാസം. അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലോ സ്വതന്ത്ര ചിന്തകരായി മതബോധമോ ദൈവവിശ്വാസമോ ഇല്ലാതെ ജീവിക്കുന്ന ഭാഗ്യപ്പെട്ട അവസ്ഥ തങ്ങൾക്കുണ്ടായേനെ. ഇതൊരു സ്വതന്ത്ര ചിന്താവാദി ഓൺലൈൻ ചാനലിൽ പറഞ്ഞ കാര്യം. ഇഷ്ടപ്പെടാത്ത കാര്യമായിട്ടും പല്ലു തേക്കാൻ തങ്ങൾ കുഞ്ഞായിരിക്കുമ്പോഴേ മാതാപിതാക്കൾ ശീലിപ്പിച്ചതുകൊണ്ടാണ് ഇന്നും ആ അനാവശ്യം ചെയ്യേണ്ടി വരുന്നതെന്ന സങ്കടം അവർ പ്രകടിപ്പിച്ചില്ല. ഭക്ഷണം കഴിക്കാൻ പാകത്തിൽ നാവിന് ചുറ്റും പല്ലുകളുള്ള വിമർശകർ ആർക്കും ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. അത്രയും നല്ല കാര്യം. അങ്ങനെ മാതാപിതാക്കൾ അവരുടെ പഴ മനസ്സുകളിലെ എളിയ അറിവും ധർമ്മബോധവും വെച്ച് ചെയ്ത എത്രയോ കാര്യങ്ങളുടെ ഫലമാണ് ഇന്ന് ചാനൽ ക്യാമറയ്ക്ക് മുമ്പിൽ സുഖമായിരുന്ന് അതൊക്കെ നിഷേധിച്ചു പറയാൻ പാകത്തിനുള്ള പലരുടെയും രൂപം. ഈ ലളിത സത്യം പോരെന്നുണ്ടെങ്കിൽ ദൈവവിശ്വാസവും അതിൻ്റെ പകർച്ചയും കുറ്റകൃത്യങ്ങളാക്കി വിലക്കിയ കമ്മ്യൂണിസ്റ്റ് സർവാധിപതികളെ ഓർക്കാം. അവരെ വിമർശിച്ചാൽ ലഭിക്കുന്ന ഗുലാഗുകൾ പോലുള്ള സ്വാതന്ത്ര്യ സ്വർഗത്തെ അനുസ്മരിക്കാം. ദൈവവിശ്വാസവും അതിൽ നിന്നുളവാകുന്ന ധർമാധർമ്മ നിയമങ്ങളുമില്ലാത്ത സ്വതന്ത്ര ചിന്തകരായ ഭരണാധികാരികൾ തങ്ങൾക്ക് ലഭിച്ച സർവാധിപത്യം കൊണ്ട് പോലും തൃപ്തരാകുന്നില്ല. അത്തരക്കാർ തലമുറകളിലേക്ക് നീളുന്ന കുടുംബവാഴ്ച നടപ്പാക്കി സർവ്വജനങ്ങളെയും കീഴാക്കി വെച്ചിരിക്കുന്നതിൻ്റെ മാതൃകകൾ സ്വതന്ത്ര ചിന്തകർ ഓർക്കുന്നെങ്കിൽ അതും നന്ന്. ദൈവത്തെ തള്ളിയ പല സ്വേച്ഛാധിപതികളും നിരീശ്വര സർവാധിപതികളും തങ്ങളുടെ വാഴ്ചയ്ക്കുള്ള തടസ്സം നീക്കാൻ ലക്ഷക്കണക്കിന് ആളുകളെ പൈശാചികമായി കൊലപ്പെടുത്തിയതിൻ്റെ ചരിത്രം വായിച്ചു മനസ്സിലാക്കാം. പോൾപോട്ടിനെ പോലുള്ളവർ കംബോഡിയയിലും മറ്റും സൃഷ്ടിച്ച തലയോട്ടി പാഠങ്ങളിലെ കഥകൾ കേൾക്കാം. ചൈനയിൽ ഷീപിങ് സ്വയം ആവിഷ്കാര ഭരണാധികാരിയാക്കിയതും റഷ്യയിൽ പുടിൻ അതേ പാതയിൽ നീങ്ങിയതും ഓർമ്മയിൽ ഫ്രഷാക്കി വെക്കുന്നത് നന്നായിരിക്കും. കമ്മ്യൂണിസ്റ്റ് നിരീശ്വര രാജ്യങ്ങളിൽ മാത്രമല്ല, അമേരിക്കയിലും യൂറോപ്പിലും അടക്കം ഭൗതികവാദത്തിന്റെ പിടിയിൽപ്പെട്ട് ദൈവവിശ്വാസവും ധാർമ്മിക നിയമങ്ങളും പാപപുണ്യബോധങ്ങളും പരിഹസിച്ചെറിഞ്ഞവരുടെ കാര്യം കൂടി ഓർമ്മിക്കാൻ മറക്കരുത്. പിടിച്ചുകെട്ടില്ലാത്ത സുഖലോലുപ ജീവിതത്തിന് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അവിവാഹിത സ്ത്രീകൾ ഗർഭം ധരിക്കുകയും അബോർഷൻ നടത്തി ഭ്രൂണങ്ങൾ കുടില വ്യവസായങ്ങൾക്ക് വേണ്ടി വിൽക്കുകയും ചെയ്യുന്ന ദുഷ്ടതയുടെ ചിന്താ സ്വാതന്ത്ര്യം മഹത്വം അത്രത്തോളം എത്തിയിട്ടില്ലാത്ത ഇവിടുത്തെ സ്വതന്ത്ര ചിന്തകർ ഓർക്കണം. ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിലെ ചില ചെറുപ്പക്കാർ
ദൈവവിശ്വാസവും മതനിയമങ്ങളും വേണ്ടെന്ന് പറയുന്നത് സ്വതന്ത്ര ചിന്ത പൂത്തൊലിഞ്ഞിട്ടല്ല, തന്നിഷ്ടങ്ങൾ തടസ്സപ്പെടുന്നു എന്നതുകൊണ്ടും മാത്രം. സത്യത്തിൽ ദൈവത്തെ വ്യക്തിപരമായി അറിയാതെ പേരിനു മാത്രം വിശ്വാസികളായി ജീവിച്ചതാണ് തങ്ങളുടെ പ്രശ്നം എന്നവർ തിരിച്ചറിയുന്നില്ല. അവർക്ക് മതിയായ ബോധ്യങ്ങൾ നൽകുന്നതിൽ മുതിർന്നവർ പരാജയപ്പെട്ടു. ഇത് പറയാൻ കാരണം വിശ്വാസം ത്യജിച്ച അല്ലെങ്കിൽ നഷ്ടമായ പലരും പറഞ്ഞിട്ടുള്ളത് ദശകം നീണ്ട വേദപാഠ പഠനം അവരുടെ വിശ്വാസം ഇല്ലാതാക്കിയെന്നാണ്. എന്തുകൊണ്ട്? അവരുടെ സ്വാഭാവിക ബുദ്ധി ചോദിച്ച സംശയങ്ങൾക്ക് മതിയായ ഉത്തരം നൽകുന്ന വിധത്തിലായിരുന്നില്ല വേദപാഠ പഠനം. ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, ചെറുപ്പക്കാർ നേരിടുന്ന സംശയങ്ങൾക്ക് നിവൃത്തി വരുത്താൻ പോന്ന ഉള്ളടക്കവും പരിശീലകരും വേണം വേദപഠനത്തിന്. ജീവനുള്ള വചനങ്ങൾ തന്നെ അവർക്ക് പകർന്നു നൽകണം. നഷ്ടപ്പെടുന്ന ആടുകളെ കുറിച്ച് യേശുനാഥൻ പ്രകടിപ്പിച്ച വേദനയും ഉത്കണ്ഠയും കരുതലും ഇന്നത്തെ മുതിർന്നവർക്കുണ്ടാകാതെ ഈ വെല്ലുവിളി നീങ്ങില്ല. ഈ വിഷയത്തെക്കുറിച്ച് മുമ്പ് നടന്നിട്ടുള്ള ചർച്ചകൾക്ക് ഉത്തരവാദപ്പെട്ടവർ എന്തു വില കൽപ്പിച്ചു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിരവധി ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും സഹസ്രാബ്ദങ്ങളിൽ സഭയിലെ വേദജ്ഞർ തയ്യാറാക്കിയ ഉത്തരങ്ങളുണ്ട്. പ്രസക്തമായത് വേദപഠനത്തിൽ ഉൾപ്പെടണം. കാരണം ഇന്നത്തെ പഠിതാക്കൾ സ്വന്തമായി സംശയങ്ങൾ ഉള്ളവരും അന്യരാൽ ചോദ്യം ചെയ്യപ്പെടുന്നവരുമാണ്. അവർക്ക് വിശ്വസിക്കാൻ മാത്രമല്ല, അന്യരുടെ മുമ്പിൽ ഉത്തരമുട്ടാതെയും അഭിമാനം നഷ്ടമാകാതെയും വിശ്വാസ സത്യങ്ങൾ മുറുകെ പിടിക്കാൻ കഴിയണം. പാപം എന്നൊന്നുണ്ടെന്നും തങ്ങൾ പ്രവർത്തിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ പലതും പാപകാരണമാണെന്നും അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവയാണ് യുവ മനസ്സുകൾ പലതും. പാപങ്ങൾ മുതിർന്നവരുടെയും സഭയിലെ വൈദിക നേതൃത്വത്തിൻ്റെയും താല്പര്യാർത്ഥമുള്ള വ്യാഖ്യാനങ്ങൾ മാത്രമെന്ന് കരുതുന്നവർക്ക് മറിച്ചുള്ള വ്യക്തമായ ബോധ്യങ്ങൾ വേദപാഠ ക്ലാസ്സിൽ ലഭിക്കണം. ചുരുക്കം ചില ഉദാഹരണങ്ങൾ പറയാം. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കാൻ വന്നു എന്ന് കേൾക്കുന്നത് പല പുതു തലമുറക്കാർക്കും പരിഹാസകരം. ഒരുവനെ പീഡനത്തിന് വിട്ടുകൊടുത്ത് മനുഷ്യരുടെ കടം നീക്കുന്നവനാണോ ദൈവം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അവർക്ക് കിട്ടണം. പാപം എന്ന വാക്കിന്റെ അർത്ഥവും യേശുവിൻ്റെ ബലി എങ്ങനെ രക്ഷാപരമാകുന്നു എന്നതും അവരറിയണം. പറുദീസയിലെ ആപ്പിൾ കഥ കാവ്യാത്മകം എന്ന മട്ടിൽ വെറുതെ വ്യാഖ്യാനിച്ചു പോകാതെ അത് മനുഷ്യന്റെ പതനം വ്യക്തമാക്കുന്ന സത്യമായ രഹസ്യാത്മക വചനങ്ങളാണെന്നും അവയുടെ അർത്ഥമെന്തെന്നും പഠിതാക്കൾക്ക് ധാരണ കിട്ടണം. പറുദീസയിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനാണ് യേശു എന്നിരിക്കെ പഴയ ഉടമ്പടി കേവലം കാവ്യം മാത്രമല്ലെന്നും സത്യങ്ങൾ വഹിക്കുന്ന വചനങ്ങൾ തന്നെയെന്നുമുള്ള ബോധ്യം തിരുസഭയുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വേദപാഠ ക്ലാസ്സിൽ എത്തണം. വിശുദ്ധ ഗ്രന്ഥം ശാസ്ത്രവിരുദ്ധമല്ലെന്നും അതേസമയം ശാസ്ത്രഗ്രന്ഥമല്ലെന്നും സഭയുടെ ശാസ്ത്രോന്മുഖത എത്രമാത്രമെന്നും പഠിതാക്കൾക്ക് ധാരണ നൽകണം. ജോബിന്റെ വിവരണം കാവ്യാത്മകമെന്നാകാം വിശദീകരിക്കുക. എന്നാൽ അവ യേശു പറഞ്ഞ കഥാരൂപത്തിലുള്ള ഉപമകൾ പോലെ സത്യാത്മകമെന്ന ബോധ്യം നൽകണം. ഇത്തരത്തിലുള്ള ബോധ്യങ്ങൾ അവരുടെ അവകാശവും അത്യാവശ്യവുമാണ്. കാരണം സമൂഹത്തിൽ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന ഇടങ്ങളിലാണ് അവരും ഇടപെടേണ്ടി വരുന്നത്. സഭയുടെ ഉത്തരം അവർക്കും അറിവുണ്ടാകണം. അത്തരം മതിയായ ധാരണകൾ ലഭിക്കാതെ പോയവർ എല്ലാ വിശ്വാസികൾക്കുമുള്ള കടമാണ്, ഉത്തരിക്കേണ്ട കടം. റഷ്യയെ മാർപ്പാപ്പ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കണം. യുദ്ധഭീതിയിൽ പ്രസക്തമാകുന്ന വിഷയം. റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഏതാനും മെത്രാന്മാരടക്കമുള്ളവർ ഈ അഭ്യർത്ഥന നടത്തിയത്. അത് സംഭവിക്കുമോ? ഇങ്ങനെ ഒരു ആവശ്യം അവരുടെ ഭാവനയല്ല, നിറവേറ്റാൻ അല്പം ബാക്കി നിൽക്കുന്ന ഒരു നിർദ്ദേശം. പരിശുദ്ധ കന്യകാമറിയം ആദ്യമായി 1917 ഫാത്തിമയിലെ സിസ്റ്റർ ലൂസിയയ്ക്ക് നൽകിയ ദർശനത്തിലൂടെ ആവശ്യപ്പെട്ട കാര്യം. ഇത്തരം കാര്യങ്ങൾ തിരുസഭയുടെ പ്രഖ്യാപിത വിശ്വാസ സത്യങ്ങളുടെ ഭാഗമല്ല. അതിനാൽ നിർബന്ധപൂർവമായ അനുസരണവും ഇക്കാര്യത്തിൽ തിരുസഭ തീരുമാനിക്കാറുമില്ല. എങ്കിലും
റഷ്യയെ സംബന്ധിച്ച കന്യകാമറിയത്തിന്റെ നിർദ്ദേശം സാഹചര്യങ്ങളാൽ സാധൂകരിക്കപ്പെട്ട കാര്യമായി മാറി. സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണമായിരുന്നു ലോകം കണ്ട ആ പരമയാഥാർത്ഥ്യം. സോവിയറ്റ് യൂണിയൻ രൂപം കൊള്ളുന്നതിന് 5 വർഷം മുമ്പാണ് പരിശുദ്ധ അമ്മയുടെ ആദ്യ നിർദ്ദേശമുണ്ടായത്. റഷ്യയിൽ ഒക്ടോബർ വിപ്ലവവും കമ്മ്യൂണിസ്റ്റ് ആരോഹണവും നടക്കുന്നതിന് മുമ്പ് 1917 സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം അവിടെ തുടക്കമിടാനിരുന്ന കമ്മ്യൂണിസ്റ്റ് വാഴ്ചയും കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ നേതൃത്വത്തിൽ ഉണ്ടാകാനിരുന്ന സോവിയറ്റ് സാമ്രാജ്യവും സർവാധിപത്യ വാഴ്ചയും ലോകത്തെ ആണവ യുദ്ധ ഭീതിയിലാക്കുമെന്ന് അന്ന് മാതാവല്ലാതെ ആര് ദർശിക്കാൻ? ആ ദുരന്തം ഒഴിവാക്കാനാണ് റഷ്യയുടെ സമർപ്പണം നിർദ്ദേശിക്കപ്പെട്ടത്. കെന്നഡി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് 1962 അമേരിക്ക ഇറ്റലിയിലും തുർക്കിയിലും മിസൈലുകൾ വിന്യസിച്ചു. പകരം സോവിയറ്റ് യൂണിയൻ ക്യൂബയിലും. കെന്നഡി ക്രുദ്ധനായി. റഷ്യൻ പ്രധാനമന്ത്രി ക്രൂഷ്ചേവും അതേ നാണയത്തിൽ ആക്രമണ സജ്ജത പ്രഖ്യാപിച്ചു. ഈ സംഘർഷത്തിൽ 4 ദിവസം ലോകം ആണവ യുദ്ധഭീതിയിലാണ്ടു. കെന്നഡിയുടെ സന്ദേശം ഗ്രഹിച്ച് മാർപ്പാപ്പ വിശുദ്ധ ജോൺ 23 സ്വയം നിയന്ത്രിക്കാനും സംയമനം പാലിക്കുവാനും 2 രാജ്യങ്ങളോടും പരസ്യമായി നടത്തിയ ആഹ്വാനം റഷ്യയിലെ പ്രവദ് അടക്കം ലോകമാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്തു. അത് നേതാക്കളെ അത്ഭുതകരമായി സ്വാധീനിച്ചു. പ്രത്യേകിച്ച് ക്രൂഷ്ചേവിനെ. ക്യൂബയിൽ നിന്നും മിസൈൽ പിൻവലിക്കാൻ 2 ദിവസത്തിനകം ക്രൂഷ്ചേവ് ഉത്തരവിട്ടു. സത്യത്തിൽ കാലുവെച്ച കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ അപമാനകരമാകാത്ത ഒരു വഴി ക്രൂഷ്ചേവിന് നൽകുകയായിരുന്നു പാപ്പ. അഥവാ അങ്ങനെയൊരു വഴിയായി പാപ്പയുടെ വാക്കുകളെ ക്രൂഷ്ചേവ് കാണുകയായിരുന്നു. വീണ്ടും ഭീഷണി ഉയരുമെന്നും ആണവായുദ്ധത്താൽ ലോകം നശിക്കുമെന്നും അറിയുന്ന അമ്മ അതിന് കണ്ട പരിഹാരമാണ് സോവിയറ്റ് യൂണിയന്റെ അഴിഞ്ഞുപോക്ക്. സോവിയറ്റ് യൂണിയന്റെ മാറ്റത്തിന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മ നിരന്തരം ദർശനങ്ങളിലൂടെ നിർദ്ദേശിച്ചപ്പോഴൊന്നും അത് സംഭവിക്കുമെന്ന് ഏറെ പേരും കരുതിയില്ല. സോവിയറ്റ് യൂണിയന്റെ പേര് എടുത്തു പറയാതെയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1984 ലോകത്തെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചത്. അതുമുതൽ പലതവണ സോവിയറ്റ് യൂണിയൻ തകർച്ചകൾ നേരിട്ടു. സെവറോമോർസ്ക് നേവൽ ബേസിലെ സ്ഫോടനവും മിസൈൽ ആയുധ ശേഖരത്തിന്റെ നാശവും, സൈബീരിയയിലെ ആയുധശേഖര സ്ഫോടനം, ചെർണോബിൽ ആണവ നിലയ ദുരന്തം, ഒടുവിൽ 1988 സോവിയറ്റ് മിസൈലുകൾക്ക് റോക്കറ്റ് നിർമ്മിക്കുന്ന ഫാക്ടറി അടച്ചു പൂട്ടിച്ച സ്ഫോടനവും, എല്ലാത്തിൻ്റെയും അന്ത്യത്തിൽ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടാനുള്ള സമാധാനപരമായ തീരുമാനം. പക്ഷേ അപ്പോഴും ഒരു നിർദ്ദേശം ബാക്കി നിന്നു. റഷ്യയെ പേര് പറഞ്ഞ് വിമല ഹൃദയത്തിന് സമർപ്പിക്കണമെന്ന നിർദ്ദേശം. അതുവരെ നടത്തിയ സമർപ്പണങ്ങളെ സ്വർഗം സ്വീകരിച്ചതിന്റെ തെളിവായിരുന്നു സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണം. എങ്കിലും എല്ലാം തീർന്നിട്ടില്ലെന്നും റഷ്യയെ പേര് പറഞ്ഞ് സമർപ്പിക്കേണ്ടത് ഇനിയും ആവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണോ ഇപ്പോഴത്തെ സംഘർഷം? വീണ്ടും റഷ്യ നിമിത്തം തന്നെ സംഘർഷവും യുദ്ധഭീതിയും ഉണ്ടാകുമ്പോൾ സംശയം സ്വാഭാവികം. സോവിയറ്റ് യൂണിയന് കഴിയുമായിരുന്നത് പോലെ തന്നെ ലോകത്തെ ആണവ യുദ്ധഭീതിയിൽ ഞെരുക്കാനോ യുദ്ധത്തിലേക്ക് തള്ളിവിടാനോ റഷ്യക്ക് കഴിയും. ആ സംഹാര ശക്തിയെ തള്ളിക്കളയാൻ ആഗോള സമൂഹത്തിന് സാധ്യമല്ല. ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്താൽ റഷ്യയുടെ മാറ്റം യാഥാർത്ഥ്യമാക്കാനുള്ള വഴി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ഫലപ്രാപ്തിയെപ്പറ്റി വിശ്വാസികൾ സംശയിക്കുമെന്ന് തോന്നുന്നില്ല. സോവിയറ്റ് യൂണിയന്റെ അനുഭവം തെളിവായി മുന്നിലുണ്ട്. ബന്ധപ്പെട്ടവരെ ആ അനുഭവം വഴി നയിക്കുമായിരിക്കാം. ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന യുക്രൈനും പരിശുദ്ധ അമ്മയുടെ ഇടപെടലും പ്രത്യാശയുടെ വകകൾ തന്നെ. ഇനി ആയാലും ലോകത്തിന് ഭീഷണിയുണ്ടായാൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നത് വലിയ പ്രത്യാശ തന്നെ. ആരാകും പുട്ടിനെ ചിന്തിപ്പിക്കുന്ന ജോൺ 23 മാർപ്പാപ്പ? ക്രൂഷ്ചേവിനെ തൻ്റെ ആഹ്വാനം കൊണ്ട് ജോൺ മാർപ്പാപ്പ സഹായിച്ചതുപോലെ അതുവഴി യുക്രൈനിലെ ജനങ്ങളെയും ലോകത്തെ തന്നെയും സഹായിക്കുന്ന മിത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ
സാക്ഷാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയോ അതുമല്ലെങ്കിൽ മറ്റൊരു അത്യഭിമത മിത്രമോ? അതാരെന്ന് നിശ്ചയിക്കേണ്ടത് പുടിൻ. അത് വേണമോ എന്ന് തന്നെ തീരുമാനിക്കേണ്ടതും പുടിൻ. ഒരു കാര്യത്തിൽ സംശയമില്ല, റഷ്യൻ പ്രസിഡന്റ് പുടിന് ഇപ്പോൾ അങ്ങനെയൊരു മിത്രത്തെ ആവശ്യമുണ്ട്. യുദ്ധം നിർത്തൂ എന്ന് സ്നേഹത്താൽ കനപ്പിച്ച ശബ്ദത്തിൽ പറയാൻ പോന്ന ഒരു മധ്യസ്ഥ മിത്രം. തുടങ്ങിവെച്ച യുക്രൈൻ യുദ്ധം കിരാത നരഹത്യയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ പുടിനെയും കുഴയ്ക്കുന്നുണ്ട്. തോൽവിയുടെ പേടി കൊണ്ടല്ല, സംഹാര ശക്തി കൊണ്ട് യുക്രൈനെ കീഴ്പ്പെടുത്താമെന്ന ഉറപ്പ് ഇപ്പോഴും പുടിനുണ്ട്. പക്ഷേ മറ്റു രാജ്യങ്ങളെ ആണവ പേടിയിലാക്കി യുക്രൈനെ സഹായിക്കുന്നതിൽ നിന്നും തടയുന്ന പുടിനെ തനിയെ കാൽ പിൻവലിക്കാനാകാത്ത അവസ്ഥ. യുക്രൈന്റെ പ്രകോപനമില്ലാതെ തൻ്റെ ഉത്തരവാദിത്തത്തിൽ തുടങ്ങിവെച്ച യുദ്ധം അത് അനിശ്ചിതമായി തുടരാനോ പറയാൻ ന്യായങ്ങളൊന്നുമില്ലാതെ നിർത്താനോ ആകാത്ത അവസ്ഥ. അങ്ങനെ ചെയ്താൽ ലോകത്തിന്റെ മുമ്പിൽ യുദ്ധ കുറ്റവാളി എന്ന് സ്വയം വിളിച്ചു പറയുന്നതിന് തുല്യം. തൽക്കാലം ആരും റഷ്യയെ ആക്രമിച്ച് പുടിനെ പിടിച്ചുകൊണ്ട് പോകില്ല. എങ്കിലും കുറ്റവാളി എന്ന പേര് പുടിന്റെ മേൽ ചാപ്പ കുത്തപ്പെടും. യുക്രൈന്റെ അമ്പരിപ്പിച്ച പ്രതിരോധം പുടിന്റെ പിൻവാങ്ങൽ സാധ്യതകളെ ചുരുക്കി. യുദ്ധം നിർത്താൻ ഇപ്പോൾ പുടിന് മുമ്പിൽ 3 വഴികളാണുള്ളത്. 1, യുക്രൈൻ കീഴടങ്ങുക. വിദൂരത്തിലും അതിൻ്റെ സാധ്യത തെളിഞ്ഞിട്ടില്ല. ഒത്തുതീർപ്പിനും വഴങ്ങിയിട്ടില്ല. 2, യുക്രൈനെ പൂർണ്ണമായി തകർക്കുക. പരമ്പരാഗത ആയുധങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ആണവായുധം കൊണ്ട്. റഷ്യക്കതിന് സാധിക്കും. പക്ഷേ പിന്നെ എന്ത്? ആ കടുംകൈ ചെയ്ത ശേഷം റഷ്യ എന്തു നിലയ്ക്കാണ് തുടർന്നും ഭൂഗോളത്തിൽ നിലനിൽക്കുക? ആദ്യമേ പറഞ്ഞതുപോലെ യുദ്ധ കുറ്റവാളിയായി പേരു ചാർത്തപ്പെട്ട് ചരിത്രത്തിന്റെ ക്രഷറിൽ ഞെരിഞ്ഞമുരുന്ന ഒരു ദുരന്ത നായകനായോ? കണക്കുകൂട്ടൽ പിഴച്ചാൽ അനുഭവം അങ്ങനെയും വരാം. ആജീവനാന്ത നേതാവായി ഇരിക്കാൻ മിത്രവും മുൻ പ്രധാനമന്ത്രിയുമായ മെദ്വദേവിന്റെ സഹായത്താൽ കരുക്കൾ നീക്കിയ ഈ റഷ്യൻ അധികായകന് പക്ഷേ എക്കാലവും തൻ്റെ പീഠം സുരക്ഷിതമാക്കാൻ കഴിയണമെന്നില്ല. ഇപ്പോൾ സാധ്യതയില്ലെങ്കിലും മനുഷ്യരാശിക്കെതിരെ കുറ്റം ചെയ്തെന്ന പേരുകൊണ്ട് ദുർബലമായാൽ പുടിന്റെ ഇരിപ്പിടമിളക്കാൻ റഷ്യക്കുള്ളിൽ ഒരു കൈ ഉയരില്ലെന്ന് പോലും ഉറപ്പിക്കാനാവില്ല. തൽക്കാലം അതിന് സാധ്യതയില്ലെന്നാലും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യം നടത്തിയെന്ന നീച കുറ്റത്തിനെ ഇന്നല്ലെങ്കിൽ മറ്റൊരു നാൾ ലോക കോടതിയിൽ വിചാരണ ചെയ്യപ്പെട്ടേക്കാവുന്ന സാഹചര്യത്തെക്കുറിച്ച് പുടിനും ചിന്തിക്കുന്നുണ്ടാകാം. ഒത്തുതീർപ്പ് കൂടിയാലോചന വഴി യുദ്ധം നിർത്തുക എന്നത് സാധ്യമാണ്. എങ്കിലും പുടിനത് ഇഷ്ടമാകാനിടയില്ല. ഒത്തുതീർപ്പിൽ ചില വ്യവസ്ഥകളൊക്കെ അംഗീകരിക്കേണ്ടി വരും. പിന്നീട് ലംഘിച്ചാൽ അത് പിഴയുമാകും. അല്ലെങ്കിൽ തന്നെ യുക്രൈനും റഷ്യയുടെ വൻ വ്യവസ്ഥകൾക്ക് വഴങ്ങിയിട്ടില്ല. ആയുധവും ഇന്ധനവും റഷ്യക്ക് സമൃദ്ധമായുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഭക്ഷ്യവസ്തുക്കളുടെ കാര്യം പ്രശ്നമാകാം. റഷ്യക്ക് അപമാനകരമല്ലാത്ത കോണിൽ നിന്ന് ഒരു സുഹൃത്തിൽ നിന്ന് വെടി നിർത്താൻ ആഹ്വാനമുണ്ടായാൽ അത് പിന്മാറ്റത്തിന് അവസരമാക്കാം. പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ റഷ്യ സംഹാര ലക്ഷ്യം മാറ്റിവെക്കണം. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.